നോമ്പുകാലം 7-ാം ഞായർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 21 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. വിചിന്തനം: ഓശാന ഞായർ, കൂറുമാറ്റം അരുത്. കത്തോലിക്ക സഭയുടെ വളർച്ചയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ ഒന്നിലുണ്ടായ ഒരു ചരിത്ര സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. 3-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തെ പകുതിയിൽ റോമ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു കോൺസ്റ്റൻസിയൂസ്. അദ്ദേഹത്തിന്റെ മകനാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. അദ്ദേഹമാണ് ആദ്യത്തെ കത്തോലിക്ക റോമൻ ചക്രവർത്തിയായിട്ട് ചരിത്രം അംഗീകരിക്കുന്നത്. അതുവരെയുള്ള ചക്രവർത്തിമാരൊക്കെ കത്തോലിക്ക സഭയോട് കടുത്ത വിദ്വേഷം പുലർത്തിയിരുന്നവരായിരുന്നു. 3-ാം നൂറ്റാണ്ടിൽ ഭരിച്ചിരുന്ന കോൺസ്റ്റൻസിയൂസ് ചക്രവർത്തിയും കത്തോലിക്ക സഭയോട് കടുത്ത വിദ്വേഷമായിരുന്നു പുലർത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ രാജകൊട്ടാരത്തിൽ യേശുക്രിസ്തുവിനോട് കടുത്ത വിദ്വേഷിയായിരുന്നു താൻ എന്ന് വരികിലും യേശുക്രിസ്തുവിനോട് വളരെ വിശ്വസ്തതയും കൂറും പുലർത്തിയിരുന്ന ധാരാളം ആളുകൾ കൊട്ടാരവാസികളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ചക്രവർത്തിയുടെ ശ്രദ്ധയിൽപ്പെടാനിട വന്നു. അധികം കഴിയുന്നതിന് മുമ്പ് ചക്രവർത്തി ഒരു സമ്മേളനം വിളിച്ചുകൂട്ടി കൊട്ടാര നിവാസികളോടായിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ഒന്നുകിൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി. രണ്ടും കൂടി നടക്കുക സാധ്യമല്ല. ഇത് വളരെ സംഘർഷപൂരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉദ്യോഗസ്ഥന്മാരിൽ ഉണ്ടാക്കിയത്. എങ്കിലും ഉദ്യോഗസ്ഥരിൽ പലരും തങ്ങളുടെ ജോലി പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയായി തീരും എന്ന് വരികിൽ തന്നെ ജോലി പോയാലും യേശുവിനോടുള്ള വിശ്വാസം അവരേറ്റു പറയാൻ തന്നെ അവർ തീരുമാനിക്കുകയാണ്. എന്നാൽ ചുരുക്കം ചില വ്യക്തികള് യേശുവിനുള്ള വിശ്വാസം അവർ ഉപേക്ഷിക്കാൻ തയ്യാറായി. കാരണം അവർക്ക് ജോലി നഷ്ടപ്പെട്ടു എന്നുള്ള സ്ഥിതിവിശേഷത്തെ പറ്റി അവർക്ക് ഉൾക്കൊള്ളാവുന്നതല്ല. അതുകൊണ്ട് അവരുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ അവർ തീരുമാനിക്കുന്നു, ജോലി സംരക്ഷിക്കാനും. ഈ സ്ഥിതിവിശേഷം ചക്രവർത്തിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അവധാനപൂർവമായിട്ടുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ ചക്രവർത്തി ഒരു തീരുമാനത്തിൽ എത്തുകയാണ്. അല്പം വിസ്മയകരമായിട്ടുള്ളൊരു തീരുമാനമായിട്ട് നമുക്ക് തോന്നാം. ചക്രവർത്തി പറഞ്ഞു, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കാനും ജോലിയിൽ തുടരാനും ആഗ്രഹിക്കുന്ന വ്യക്തികളെ ഞാൻ പിരിച്ചുവിടുന്നു. എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളും ജോലി നഷ്ടപ്പെട്ടാലും ആ വിശ്വാസം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തികളെ ജോലിയിൽ തുടരാൻ ഞാൻ അനുവദിക്കുന്നു. ഏവർക്കും വിസ്മയനീയമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് തോന്നിയത്. അതിന് കാരണമായിട്ട് ചക്രവർത്തി പറഞ്ഞത്, ഇവർ അവരുടെ ജോലിയേക്കാൾ കൂടുതൽ വിശ്വസ്തതയും കൂറും യേശുവാകുന്ന വ്യക്തിയോട് പുലർത്തിപ്പോരുന്നു എന്ന് ഞാൻ കാണുന്നതിൽ അവർ എന്നോടും എന്റെ സാമ്രാജ്യത്തോടും കൂറ് പുലർത്താൻ അവർക്ക് സാധിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നേരെ മറിച്ച് ഇതുവരെ വിശ്വസിച്ചിരുന്ന ആ വ്യക്തിയെ തള്ളിപ്പറയുകയും അവരുടെ ജോലി നിലനിർത്താനും അവർ ആഗ്രഹിച്ചവര് എന്നോടും എന്റെ സാമ്രാജ്യത്തോടും കൂറ് പുലർത്തുമെന്ന്, വിശ്വസ്തത പുലർത്തുമെന്ന് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് അവരെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും യേശുക്രിസ്തുവിനോടുള്ള വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള ആളുകളെ ഞാൻ ജോലിയിൽ നിശ്ചയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ചക്രവർത്തിയുടെ തീരുമാനമെന്ന് റോമ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തിൽ നാം വായിക്കുന്നു. ഇന്ന് നാം ഓശാന ഞായറാഴ്ച ആചരിക്കുകയാണ്. ആദ്യത്തെ ഓശാന ഞായറാഴ്ച ആചരണത്തിന് ആ നാട്ടുകാർ മുഴുവനും തന്നെ ഒരു വിധത്തിൽ പറഞ്ഞാൽ യേശുവിനോടുള്ള വിശ്വാസവും കൂറും പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവീഥിയിൽ ഇറങ്ങിയ ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നാം വായിച്ചു കേട്ടത്. അവർ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ജനകീയ മുന്നേറ്റമായിട്ട് യേശുവിനെ എതിരേറ്റ് രാജകീയമായിട്ടുള്ള ഒരു സ്വീകരണമാണ് അവർ യേശുവിനെ ഒരുക്കിയത്. എന്നാൽ അന്ന് ഞായറാഴ്ചയായിരുന്നു. വ്യാഴാഴ്ച ആകുമ്പോഴേക്കും ഇത്രയേറെ പരസ്യമായിട്ട് യേശുവിനെ വിശ്വാസവും കൂറും പ്രഖ്യാപിച്ച പലരും അവരുടെ കൂറ് മാറുകയാണ്. അവരുടെ വിശ്വാസം അവർ മറക്കുകയാണ്. അല്പം സമ്മർദ്ദങ്ങൾക്കും അല്പം മിച്ച ലാഭങ്ങൾക്കും അല്പം ചില സൗകര്യങ്ങൾക്കും ഒക്കെ വേണ്ടി തങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ച തങ്ങളുടെ വിശ്വാസം
ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന ജനങ്ങളെയാണ് നാം കാണുക. ഓശാന ഞായറാഴ്ച യേശുവിന് ഓശാന പാടി എതിരേറ്റ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും വ്യാഴം വെള്ളി ആകുന്നതോടുകൂടെ തകിടം മറിയുന്നതായിട്ട് നാം കാണുന്നു. ഇതാണ് ആദ്യത്തെ ഓശാന ഞായറാഴ്ച ഉണ്ടായത്. പിന്നീടുള്ള ദിവസങ്ങളിലും യേശുവിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടവന്ന സംഭവങ്ങൾ അതായിരുന്നു. ആദ്യത്തെ ഓശാന ഞായറാഴ്ച യേശുവിലുള്ള വിശ്വാസം പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി അതിന് നേതൃത്വം കൊടുത്തവരിൽ യൂദാസും ഒരുപക്ഷെ കണ്ടേക്കാം. പക്ഷേ ആ യൂദാസിന്റെ മനസ്സ് മാറുന്നു വ്യാഴാഴ്ചയാകുമ്പോഴേക്കും. അത്രയും ദയനീയമായിട്ടുള്ള മനം മാറ്റമാണ് ജനങ്ങളിൽ കാണുന്നത്. നാമും ഇന്ന് അന്നത്തെ ഓശാന ഞായറിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് യേശുവിലുള്ള വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് യേശുവിന് ഓശാന പാടി നാം പ്രദക്ഷിണമായിട്ട് വന്ന് ദേവാലയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സമയമാണിത്. ഈ അവസരത്തിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ ഓശാന ഞായറാഴ്ചയെ സംബന്ധിച്ച ജനങ്ങള് 2-3 ദിവസം കഴിയുമ്പോ അവരുടെ മനസ്സിൽ വലിയ മാറ്റങ്ങള്, അവര് പറഞ്ഞതൊക്കെ മറന്ന് അവരുടെ ജീവിതത്തിൽ അല്പസ്വല്പം നേട്ടങ്ങളായിട്ട് അവർ കണ്ടപ്പോ അവരുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറായ ജനങ്ങളായിരിക്കരുത് നമ്മുടെ മാതൃക. ഇന്ന് യേശുവിൽ വിശ്വാസം നമ്മൾ ഉറക്കെ പ്രഖ്യാപിച്ച നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസം വരെ ഈ വിശ്വാസത്തിന് വേണ്ടി ജീവിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് ഉള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഈ ദിവസം ഒരു പ്രേരണയാകട്ടെ എന്ന് വേണം വിചാരിക്കാൻ.